ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായല്ലേ കണ്ടിട്ട്, കാരണം ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ കുറേ പ്ലാനിങ്ങിലാണ് ഞാൻ പോയത്. നാട്ടിലെത്തിയിട്ട് ആ വീഡിയോ ചെയ്യും, ഈ വീഡിയോ ചെയ്യും, വീട്ടുകാരെ കാണിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും അവിടെ എത്തിയിട്ട് പിന്നെ വീട്ടുകാരും പിന്നെ പുറത്തൊക്കെ പോകാനുള്ളതൊക്കെ പോയി, അങ്ങനെയൊക്കെ ആയി. പിന്നെ കുറച്ച് സുഖമില്ലാതായി, പനി, ജലദോഷം, അതുപോലെ കുഞ്ഞുവാവയ്ക്ക് കുറച്ച് വയ്യാതായി, ആൾക്ക് കഫക്കെട്ടെല്ലാം ആയി. സോഹയും മോനും ഒക്കെയൊക്കെ ഓക്കെ ആയിരുന്നു. ഞാനും കുഞ്ഞും മാത്രം കുറച്ച് വീക്കായിപ്പോയി. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും എത്താനും പറ്റിയില്ല കേട്ടോ. എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഫാമിലീസിലൊക്കെ കുറേ ആൾക്കാർ നമ്മൾ ഇനിയും കാണാനുണ്ട്. ആരെയും കണ്ടിട്ടില്ലെന്ന് പറയാം. കുറച്ച് അത്യാവശ്യം എൻ്റെ വീട്ടുകാരെയും, പിന്നെ അതുപോലെ ഉമ്മയുടെ ഫാമിലി, പിന്നെ അതുപോലെ ഇക്കയുടെ കുറച്ച് ഫാമിലി, ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എവിടെയും പോകാൻ പറ്റിയില്ല, കാരണം ചെറിയ കുഞ്ഞുള്ളതല്ലേ. അപ്പോൾ ഈ കുഞ്ഞിനെ എടുത്തിട്ട് പോകുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇക്കയുടെ ഫാമിലിയൊക്കെ കുറച്ച് ദൂരെയാണ്. അപ്പോൾ ചില ഫംഗ്ഷന് ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ എവിടെയും എത്താനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. കാരണം നമ്മുടെ സാഹചര്യം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ 1 വർഷം 2 വർഷം കൂടുമ്പോൾ നാട്ടിൽ വരും. ആകെ 1 മാസമേ ഉണ്ടാവുള്ളൂ. ഈ 1 മാസത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുമോ, അല്ലെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ അടുത്ത് പോവുമോ, ഇതൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലായിടത്തും എത്താൻ പറ്റിയില്ല കേട്ടോ. ഇൻഷാ അള്ളാ നെക്സ്റ്റ് ടൈം വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും വരണം എന്നൊക്കെ ഉണ്ട്. അതും നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. നമ്മുടെ സാഹചര്യവും അതൊന്നും നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങനെയാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ചാനൽ നിർത്തിയോ, ഇനി എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ. കാരണം 1 മാസമൊന്നും ഞാൻ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ നിൽക്കത്തില്ല. എനിക്ക് എന്ത് വയ്യാതെ ആയിക്കഴിഞ്ഞാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. പക്ഷേ ഇതാണെങ്കിൽ എനിക്ക് പറ്റിയിട്ടില്ലെന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കാനുള്ള ആ ഒരു മൂഡ് നാട്ടിലെത്തിയപ്പോൾ ആ ഒരു മൂഡ് അങ്ങ് പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ തന്നെ നിർത്തിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. നമുക്കൊരിക്കലും സമയം കിട്ടില്ല എന്ന് തോന്നി. നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരെയും കാണുമ്പോഴൊക്കെ അവരോട് സംസാരിക്കും. പിന്നെ പറഞ്ഞില്ലേ, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ആയിട്ട് അങ്ങ് ഫുള്ളങ്ങ് ബിസിയായി. 1 മാസം പോയതെങ്ങനെയെന്ന് അറിഞ്ഞില്ല എന്ന് പറയാം. പോയത് മാത്രമല്ല, അവിടെ നിന്ന് പിന്നെ മക്കളും വരുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ മക്കൾ പറയും നാട്ടിൽ തന്നെ നിൽക്കാമെന്ന് പറയും. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് കൂടെ വരാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ മോളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് TC എടുത്തിട്ട് തിരിച്ചു പോകാമെന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം, ചാനൽ നിർത്തിയോ എന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് കേട്ടോ. ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല. ഇൻഷാ അള്ളാ ഇനി മുതൽ വീഡിയോ മുമ്പൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. പക്ഷേ എനിക്ക് സൗണ്ട് തീരെ ഇല്ലായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ വരുമ്പോൾ ടച്ച് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടിക്കറ്റ് റേറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടച്ച് എടുത്തു. ടച്ചിനാണെങ്കിലും നല്ല റേറ്റാണ്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ വഴിയാണ് വന്നത്. മിഞ്ഞാന്നാണ് എത്തിയത്, മിഞ്ഞാന്ന് രാത്രിയിൽ. ഓക്കെ, കുറച്ച് സമയം എയർപോർട്ടിൽ നിൽക്കേണ്ടി വന്നു, ഒരു 7 മണിക്കൂർ. പിന്നെ ലോഞ്ചൊക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പക്ഷെ അതിൻ്റെയൊക്കെ കുറേ കഥകൾ പറയാനുണ്ട് കേട്ടോ. ലോഞ്ചിലൊക്കെ പോയി നിങ്ങൾ ഒരിക്കലും പെടാതിരിക്കുക. അതിൻ്റെ ഒരു സ്റ്റോറി തന്നെ പറയാനുണ്ട്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ ഞാനത് ഷുവറായിട്ടും പറയാം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് പണികളാണ്. കാരണം ഹോളിഡേ ഹോംവർക്ക് ഉണ്ട് കുറേ ചെയ്യാൻ. നാളെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മോൾക്കൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹെൽപ്പും കൂടി വേണം. ചെറിയ മക്കളല്ലേ. മോനാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. അതൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരണ്ടെന്ന് തന്നെയാണ് വിചാരിച്ചത്. കാരണം ഇതിനൊക്കെ ചെയ്യാൻ നമ്മൾ കൂടെ നിൽക്കണം. മക്കൾ ചെറിയ മക്കളായതുകൊണ്ട് അവർക്ക് അങ്ങനെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമൊക്കെ ചിന്തിക്കുമായിരുന്നു, നമുക്ക് വേണ്ടിയിട്ടാണോ ഈ സ്കൂളിൽ നിന്ന് വർക്ക് തരുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം കൂടുതലും എഫേർട്ട് എടുക്കുന്നത് നമ്മളാണ്, പാരൻസാണ്. നമ്മൾ ആ ഒരു ഏരിയയിൽ കൈവച്ചില്ലെങ്കിൽ ഒരിക്കലും മക്കൾ അതൊരിക്കലും ചെയ്യില്ല. അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഈ ഹോളിഡേ ഹോംവർക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, പോകുമ്പോൾ തന്നെ ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പെണ്ണുങ്ങളുടെ ബുദ്ധിയല്ലേ, പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പണ്ട് പറയാറുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ആ മുമ്പ് തന്നെ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിട്ട് ഈ ഒരു ചക്രശ്വാസം വലിക്കേണ്ടി വരില്ലായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ല കഫം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി നാട്ടിൽ നിന്ന്. ചുമ വന്നതുകൊണ്ട് പിന്നെ എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു ചുമ. അന്ന് നാട്ടിൽ നിന്ന് എനിക്ക് ചുമ വന്നപ്പോഴാണ് എനിക്ക് ന്യൂമോണിയ വന്നത്. വീണ്ടും വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ കരുതിയിട്ട് ആകെ എല്ലാവരും പേടിച്ചു. പക്ഷെ വന്നില്ല. കാരണം എന്താണെന്നറിയോ,
ഞാൻ നാട്ടിൽ പോയിട്ട് ഫുള്ള് കുടിച്ചത് തണുത്ത വെള്ളമാണ്. എനിക്ക് തണുത്ത വെള്ളമേ കുടിക്കാൻ പറ്റില്ല. അത് ഇഷ്ടമാണ്, പക്ഷെ കുടിക്കാൻ പാടില്ല. ശരിക്കും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. പക്ഷേ എനിക്കാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് തണുത്ത വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഞാനതൊക്കെ എടുത്ത് കുടിക്കും. അതുമാത്രമല്ല, വേറെ എന്തെങ്കിലും തണുത്തത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതും കുടിക്കും. ബാക്കി ഫുഡിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് വലിയ നിർബന്ധമില്ല. എനിക്ക് തണുത്തത് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കുടിച്ച് അവസാനം സിപ്പപ്പ് അറിയാലോ, പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് ആ ഒരു മനസ്സിനകത്ത് വരുമല്ലോ. അപ്പം ഞാനെന്ത് ചെയ്തു, കുറച്ച് സിപ്പപ്പ് വാങ്ങി കുടിച്ചു. ഇതൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. പക്ഷെ കുടിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം കുഴപ്പമില്ല, അതിൻ്റെ പിറ്റേ ദിവസം ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ അങ്ങ് തൊണ്ടയിൽ നിന്ന് ചൊറിച്ചിലോ അല്ലെങ്കിൽ ചുമയോ ഭയങ്കര ജലദോഷം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, എനിക്ക് വീണ്ടും തണുത്തത് കുടിച്ച് കഴിഞ്ഞാൽ മാത്രമേ എല്ലാം മാറുള്ളൂ. അങ്ങനെയും പറഞ്ഞ് ഞാൻ കുറേ കുടിച്ചു. അവസാനം സൗണ്ട് ഫുള്ളായിട്ടങ്ങ് പോയി. ചെറിയൊരു സൗണ്ട്, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഹാ ഹൂ എന്നൊക്കെ പറയാനുള്ളൊരു സൗണ്ടില്ല, ആ ഒരു സൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അൽഹംദുലില്ലാ ശരിയായി വരുന്നുണ്ട്. പിന്നെ അപ്പം അങ്ങനെ സൗണ്ട് പോയി. എന്നിട്ടും തണുത്തത് കുടിച്ചു കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, എനിക്ക് തോന്നി ഇനി തണുത്തത് കുടിച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. പിന്നെ ഒരു 5-8-10 ഗ്ലാസ്സൊക്കെ നല്ല ചൂട് വെള്ളം അങ്ങ് കുടിക്കാൻ തുടങ്ങി. കുടിക്കാൻ തുടങ്ങിയപ്പോൾ മാറ്റം വന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊണ്ടയൊക്കെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, കാരണം തണുത്തത് കുടിച്ചിട്ടായിരിക്കും. ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു, എന്താ നിങ്ങൾ കുടിച്ചത്, എന്താ? അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞങ്ങളിങ്ങനെ വന്നതാണ്. അപ്പോൾ ആളിങ്ങനെ തണുത്തത് കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, പിന്നെ ഒന്നും അങ്ങനെ കുടിക്കാൻ നിൽക്കണ്ട, തൊണ്ടയൊക്കെ ഉപ്പ് വെള്ളമൊക്കെ ഇട്ട് കഴുകു എന്നും പറഞ്ഞ് ആൻറ്റിബയോട്ടിക് തന്നു. അങ്ങനെ ആൻറ്റിബയോട്ടിക്കും കൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പക്ഷേ ഞാൻ അൽഹംദുലില്ലാ ഓക്കെയാണ്. കാരണം എനിക്ക് ടാബ്ലറ്റ് കഴിക്കുന്നതിനോട് വലിയൊരു താല്പര്യമില്ല. ഇനി എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും അന്ന് അങ്ങനെ തന്നെയാണ് പണി കിട്ടിയത്. ഞാൻ ടാബ്ലറ്റ് എടുക്കാത്തത് കൊണ്ടാണ് അവസാനം ന്യൂമോണിയ വെൻറ്റിലേറ്റർ വരെ ആയത്. പറയുമ്പോൾ എനിക്ക് തമാശയായിട്ട് തോന്നാം, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടാബ്ലറ്റ് കഴിക്കാൻ. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ മെഡിസിനൊന്നും എടുക്കാതെ, മെഡിസിൻ വാങ്ങിയിട്ടുണ്ട്, അതൊന്നും കഴിക്കാതെ അൽഹംദുലില്ലാ ഓക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിർബന്ധമായിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ അത് എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ ജസ്റ്റ് ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിലോ ഇന്ന് വൈകുന്നേരത്തെ വീഡിയോയിലോ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാൻ എന്തായാലും ചാനൽ നിർത്തിയിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇടയ്ക്കിടയ്ക്കെന്നല്ല, ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. പിന്നെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, കാരണം എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാട്ടിൽ വന്നിട്ട് കാണാമെന്ന്. പക്ഷെ ആരെയും കാണാൻ പറ്റിയിട്ടില്ല. ആകെ കുറച്ച് പേരെ, ഒരു 10-15 പേരെയൊക്കെ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കുട്ടിയുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഫംഗ്ഷന് ഞങ്ങൾ കുറച്ച് പേരെ കാണാൻ പറ്റി. അതല്ലാതെ കുറേ പേരെ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അതെന്താണെന്ന് പറയുക, ഞാൻ പറയാം. എനിക്കാണെങ്കിൽ എല്ലാ വീട്ടിലും ഓരോരുത്തരുടെ വീട്ടിൽ പോയിട്ട് കാണണം, അപ്പോൾ എനിക്ക് സമയം കിട്ടില്ല. പിന്നെ അതല്ലാതെ ഒന്നുകിൽ അവർക്ക് നമ്മുടെ വീട്ടിൽ വരായിരുന്നു വിളിച്ചിട്ട്, അപ്പോൾ അവർക്കും സമയം കിട്ടി കാണില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എല്ലായിടത്തും പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് ആരെയും കാണാൻ പറ്റാത്തത്. പക്ഷെ അതിലൊക്കെ ഭയങ്കര വിഷമമുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം അതെ വരുമ്പോൾ എല്ലാവരെയും കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ എൻ്റെ അടുത്ത ഫാമിലീസിനൊന്നും എനിക്കങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. കുറേ പേരെ കുറേ വർഷങ്ങളായിട്ട് കാണാത്തതുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞ ചെറിയ കുഞ്ഞ്, ആൾക്ക് 5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആളെ എടുത്തിട്ട് എല്ലായിടത്തും പോകുന്നത് റിസ്ക്കാണ്. പിന്നെ അത് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാം. 1 മാസം ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായി മാറി. അങ്ങനെ പെട്ടെന്ന് നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. 1 മാസത്തെ ആ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് വഴിയെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചാനലൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇനി ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇൻസ്റ്റ പറ്റുവാണെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക. ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി കേട്ടോ. അതുപോലെ തന്നെ ടിക്ടോക്കും സെയിം ഐ ഡി തന്നെ കിടക്കുന്നുണ്ട്. പറ്റുന്നവർ അതൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.